റൂട്ട് കനാൽ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹായ്, ഐ എം ഡോക്ടർ ഇൻഷ, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പലതായിരിക്കാം. ഇൻകംപ്ലീറ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ഇവയൊക്കെ നമ്മളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള വേദനയ്ക്ക് കാരണമായേക്കാം. നമ്മളുടെ പല്ലിൻ്റെ ഫുൾ ലെങ്ത്തിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പകുതി വെച്ച് നിർത്തിക്കഴിഞ്ഞാലാണ് ഇൻകംപ്ലീറ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ വേരിൻ്റെ അറ്റത്തുള്ള ഇൻഫെക്ഷൻ അവിടെ തന്നെ നിലനിൽക്കും. അതേപോലെ തന്നെയാണ് ഇംപ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതേപോലെ പ്രോപ്പർ എക്സ്റേസ്, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്സിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കാരണം വരുന്ന വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് കനാൽ ചെയ്ത ക്ലിനിക്കിൽ റീവിസിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു റീട്രീറ്റ്മെൻറ്റ്, അതായത് വീണ്ടും ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അതേ പല്ലിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഫോളോ ഫോർ മോർ.